ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരുണ്ടെങ്കിലും അയ്യപ്പനെയും അതുപോലെ തന്നെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന വിശ്വാസികളെയും ശബരിമലയെയും ഒക്കെ CPIM പറഞ്ഞതും CPI നേതാക്കളും പറഞ്ഞതും NSSും അതുപോലെ തന്നെ മറ്റ് ചർച്ച ചെയ്യുന്ന ആളുകൾ മറന്നാലും സാക്ഷാൽ അയ്യപ്പൻ മറക്കില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ ഇല്ലാത്ത ഒരു സംഗമമായിരിക്കും എന്നതാണ് ഒരു അയ്യപ്പ ഭക്ത എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആചാരത്തിന് കോട്ടമില്ലെങ്കിൽ നല്ലത് എന്ന് കൃത്യമായി തന്നെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. പരിപൂർണ്ണ പിന്തുണ എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിലപാടിനെ നമുക്ക് പറയാനും കഴിയില്ല. ആചാരത്തിന് കോട്ടം വരരുത്. കാരണം ആചാര സംരക്ഷണം അതാണല്ലോ അന്ന് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് രണ്ടുപേരെ കയറ്റി ആ രണ്ടുപേർ പങ്കെടുക്കുന്നുണ്ടോ എന്നതാണ് കേട്ടോ ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം രാഖിരാമാനം കയറ്റി യുവതീ പ്രവേശനം നടപ്പാക്കിയ സർക്കാർ എന്ന മേനി നടിക്കാൻ വേണ്ടി രണ്ടുപേരെ കയറ്റിയല്ലോ. അപ്പോൾ മുഖ്യാതിഥികളായി വേദിയിൽ ഉണ്ടാകേണ്ടത് ശബരിമലയിൽ ദർശനം കിട്ടിയ ഭാഗ്യവതികളായ രണ്ട് സ്ത്രീകളാണ്. അപ്പോൾ അതിൽ ഒരാളുടെ പ്രതികരണമൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം.